എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ടേസ്റ്റ് ആയിട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടും അപ്പം വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതാണ്. നമ്മൾ ഈ അപ്പത്തിലേക്ക് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല, എങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു അപ്പം മാവ് പൊങ്ങി കിട്ടാനായിട്ട് ഒന്നും ഇതിലേക്ക് ചേർത്തില്ലെങ്കിൽ പോലും സോപ്പ് പതഞ്ഞ് നിൽക്കുന്ന പോലെയാണ് മാവ് പൊങ്ങി കിട്ടുന്നതും. ഈ ഒരു കൂട്ട് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ രാവിലെ ഉണ്ടാക്കുന്ന അപ്പം വൈകിട്ടായാലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് കഴിക്കാനും സാധിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് വെള്ളപ്പത്തിനുള്ള മാവ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് അളവിലാണ് പച്ചരി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പച്ചരി ഒന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. നമ്മളിന്ന് 250 ml അളവുള്ള കപ്പില് 3 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 1 കിലോ അളവുണ്ടാകും. ഇനി അരി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് കൈകൊണ്ട് തിരുമ്മി കഴുകിയെടുക്കാം. അരി കഴുകിയെടുക്കുമ്പോൾ ഇതിന്റെ ആ ഒരു കാടി മുഴുവനും തന്നെ കഴുകിക്കളയണം, അല്ലെങ്കിൽ അപ്പത്തിന് പുളിപ്പ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. 5-6 പ്രാവശ്യമെങ്കിലും അരി കഴുകിയെടുക്കണം. അങ്ങനെ അരി നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തിയെടുക്കാം. നമ്മൾ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് അരി അരച്ചെടുക്കാനും പോകുന്നത്. വെള്ളം കളയേണ്ട ആവശ്യമില്ല. അരി കുതിർന്ന് വരാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇനി അരി ഒന്ന് കുതിർന്ന് വരട്ടെ. അങ്ങനെ നമ്മുടെ പച്ചരി കുതിർത്താൻ വെച്ചിട്ട് ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പച്ചരി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. പച്ചരി അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ നാളികേരവും ചോറും കൂടെ ആദ്യം അരച്ച് മാറ്റാം. അരമുറി നാളികേരമാണ് തിരുമ്മെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ നാളികേരം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചോറ് ചേർക്കണം. ചോറ് നമ്മളിപ്പോ 1 കപ്പ് അരിക്ക് 1/2 കപ്പ് എന്ന അളവിലാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോ നാളികേരം തിരുമ്മി എടുത്തിട്ടില്ല, അതേ അളവിൽ തന്നെയാണ് ചോറും ചേർത്തിട്ടുള്ളത്. 4 കൈപ്പിടിയോളം ചോറ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കൈവശം നാളികേരം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും. ഇനി മിക്സിയുടെ ജാറ് മൂടിയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ചോറും തേങ്ങയും ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പച്ചരിയും അരച്ച് ഇതിലേക്ക് ചേർക്കാം. അങ്ങനെ പച്ചരിയും നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള പച്ചരിയും അരച്ചെടുക്കാം. അങ്ങനെ 2 തവണകൾ കൊണ്ട് പച്ചരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മാവ് പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ മിക്സിയുടെ ജാറ് കഴിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ മാവ് ഇപ്പോൾ നല്ലതുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാകമാണ്. നമുക്ക് ഈ മാവ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതായി വരും. ഇനി നമുക്ക് ഈ മാവ് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. കൈ കൊണ്ട് മാവ് കുഴച്ചെടുക്കുമ്പോഴാണ് നല്ല രീതിയിൽ തന്നെ പതഞ്ഞു പൊങ്ങി വരുന്നത്. നമ്മളിതിലേക്ക് ഈസ്റ്റ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് അരി അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നാളികേര വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ കരിക്കാണ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ആ ഒരു കരിക്കും വെള്ളം ചേർത്ത് അരയ്ക്കുന്നത് അപ്പത്തിന് നല്ല സോഫ്റ്റ് കിട്ടും കേട്ടോ. നല്ല കളറും ആയിരിക്കും അപ്പത്തിന് കിട്ടുക. അങ്ങനെ കൈകൊണ്ട് നല്ല രീതിയിൽ മാവൊന്ന് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മൂടി വെച്ചു കൊടുക്കാം. ഞാനിപ്പോ വൈകുന്നേരമാണ് മാവ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ രാവിലെയാണ് മാവൊന്ന് തുറന്ന് നോക്കുന്നതും. മാവ് മൂടി വെച്ചു കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ ഇന്നലെ അരച്ചു വെച്ചിട്ടുള്ള മാവ് നന്നായിട്ട് പൊങ്ങി വന്നപ്പോഴേക്ക് ഞാനൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലൊരു മൺകലത്തിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. മാവിപ്പോ നിറഞ്ഞു നിൽക്കുന്ന ഒരു പരുവത്തിലാണ്. നമുക്ക് ഈ മാവിലേക്ക് ഉപ്പ് ചേർക്കണം. നമ്മൾ മാവിലേക്ക് ഉപ്പും പഞ്ചസാരയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ. ഐസ്ക്രീം പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് മാവ് പൊങ്ങി വന്നിട്ടുള്ളത്. ഇനി ഒരുപാട് നേരമൊന്നും കുത്തിയിളക്കി മാവിന്റെ ആ ഒരു ബബിൾസ് ഒന്നും കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി അപ്പത്തിന് നല്ലൊരു മധുരമൊക്കെ കിട്ടാനായിട്ട് 2 സ്പൂൺ അളവില് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. മാവ് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മാവ് പൊങ്ങി കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു നുള്ളു സോഡാപ്പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ സോഡാപ്പൊടി ചേർക്കുമ്പോൾ നല്ല ഹോൾസ് കിട്ടുന്നതാണ് കേട്ടോ. നമുക്ക് മാവ് നല്ലവണ്ണം തന്നെ പൊങ്ങി വന്നിട്ടുള്ളത് കൊണ്ട് ഇതിലേക്ക് സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഉടൻ തന്നെ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു അപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരട്ടെ. ചട്ടി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ തവി മാവും ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചുറ്റിച്ചെടുക്കാം. മാവ് ചുറ്റിച്ചിട്ടുണ്ട്. നല്ല ഹോൾസ് വന്ന് തുടങ്ങുമ്പോഴേക്കും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നല്ലോണം തന്നെ ഹോൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം.
ഇനി നമുക്ക് അപ്പം ഒന്ന് തുറന്ന് നോക്കാം. അപ്പം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു വാഴ ഇലയിലേക്ക് എടുത്തു മാറ്റാം. ഇനി രണ്ടാമത്തെ അപ്പം നമുക്ക് തയ്യാറാക്കാം. രണ്ടാമത്തെ അപ്പവും ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഹോൾസ് വന്ന് തുടങ്ങുമ്പോഴേക്കും മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ രണ്ടാമത്തെ അപ്പവും നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തു മാറ്റാം. അങ്ങനെ രണ്ടാമത്തെ അപ്പവും വാഴ ഇലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി മൂന്നാമതും അപ്പം തയ്യാറാക്കാം. അങ്ങനെ മൂന്നാമതും നമ്മളിവിടെ അപ്പം തയ്യാറാക്കുവാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ അപ്പം തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ഈസ്റ്റർ സോഡാപ്പൊടി ഒന്നും ചേർത്തില്ലെങ്കിൽ പോലും നല്ല പതഞ്ഞു പൊങ്ങി വീർത്തു വരുന്ന രീതിയിലാണ് മാവായി കിട്ടുന്നതും. അങ്ങനെ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ അപ്പങ്ങളും ചുട്ടെടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂട്ട് കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നാളെയും നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെയും വീണ്ടും കാണാം.